ഇന്ന് നമുക്ക് ഒരു ഹാഫ് കോളർ തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ച് കഴുത്തകലവും 6 ഇഞ്ച് കഴുത്തിറക്കം എടുത്ത് കോണ് കഴുത്ത് മാർക്ക് ചെയ്തു. കണ്ട, ഞാൻ അതിനെ ചുറ്റും 1 ഇഞ്ച് ഇതിൽ വരച്ചെടുത്തു. കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് എടുക്കാം. കണ്ട, ഉള്ളിലത്തെ ഭാഗവും കട്ട് ചെയ്തു. ഇനി അതൊരു തുണിയിൽ വെച്ച് തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അടുപ്പിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തുണിയുടെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് സെൻറ്റർ നോക്കി വെച്ച് പിൻ ചെയ്ത് കഴുത്ത് ക്യാൻവാസിൻ്റെ ചുവട്ടിലൂടെ അടിച്ചെടുത്തു. ഇനി നമുക്ക് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യാം. ഓരോ കട്ട് കൊടുക്കാം. ഇനി മറയ്ക്കാം. മറച്ച് അതിനൊന്ന് നന്നായി പതിച്ചടിക്കുക. കണ്ട, കുർത്തിയുടെ കഴുത്താണ്. അടിച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി കോളർ പിടിപ്പിക്കാം. 7 7 14 ഇഞ്ചാണ് കോളറിൻ്റെ നീളം വേണ്ടത്. 1 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 14 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തുമ്പ് ഭാഗം നമ്മളൊന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തു. അതൊരു തുണിയിൽ വെച്ച് അടിക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്തു. അതുപോലെ 2 കഷ്ണം വേണം കേട്ടോ. 2 കഷ്ണം വെട്ടി വെച്ചു. അതിൻ്റെ റൗണ്ട് ഭാഗം ഒന്നും ചെയ്യരുത്, മറ്റേ ഭാഗം എമ്മയിലേക്ക് അടിച്ചു പിടിപ്പിച്ചു. മറ്റൊരു തുണിയിൽ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് റൗണ്ട് ഭാഗത്തു കൂടെ ക്യാൻവാസിൻ്റെ ചോട്ടിൽ കൂടെ അടിച്ച് ആ റൗണ്ട് എത്തിച്ച് കിട്ടിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് കറക്റ്റാക്കി കട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മറയ്ക്കാം. മറച്ചതിന് ശേഷം ഒരു ചെറിയ പതിച്ചടി മുകളിൽ കൂടെ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ പതിച്ചടിച്ചെടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ കണ്ട്, പിൻകഴുത്തിൻ്റെ സെൻറ്റർ കണ്ട് അതോടെ ആ മുറിഞ്ഞ ഭാഗം വെച്ച് അടിച്ചു പിടിപ്പിക്കാം. സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തിലോട്ടും വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം. മറ്റേ ഭാഗം ഇതുപോലെ അടിക്കണം കേട്ടോ. കണ്ട, അടിച്ചെടുക്കുക. മറ്റേ ഭാഗവും ക്ലിയറായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം അത് ഉള്ളിലേക്ക് തയ്യൽ തുമ്പെല്ലാം മടക്കി കൊടുത്ത് അതിൻ്റെ തുമ്പത്ത് കൂടെ ഒരു അടി കൊടുക്കാം. ഹാഫ് കോളർ റെഡി. കണ്ടോ?